നടിയാക്രമിച്ച കേസിലെ ശിക്ഷയിന്മേൽ വാദം പൂർത്തിയായി. ശിക്ഷാവിധി 3:30. ഒന്നാം പ്രതി പൾസർ സുനിയാണ് ബലാത്സംഗം ചെയ്തതെന്ന് കോടതി. 2 മുതൽ 6 വരെയുള്ള പ്രതികൾ ബലാത്സംഗത്തിന് കൂട്ടുനിന്നുവെന്നും കോടതി കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം തന്നെ പ്രതികൾക്ക് ഉയർന്ന ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ. കൂട്ടബലാത്സംഗ കുറ്റമാണ് തെളിഞ്ഞത്. ജീവപര്യന്തം തടവ് ശിക്ഷ നൽകണമെന്നും പ്രോസിക്യൂഷൻ. വിശദാംശങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുകയാണ്. മിഥുൻ, അല്പസമയത്തിന് അതിനിർണായകമായ വിധി പ്രഖ്യാപനമുണ്ടാകും. 1.5 മണിക്കൂറോളം നീണ്ടുനിന്ന വാദങ്ങൾ. പിന്നീട് പൾസർ സുനി ഒറ്റയ്ക്കാണ് ഈ ക്രൂരമായ ബലാത്സംഗം നടത്തിയിരുന്ന കണ്ടെത്തലിലേക്കാണ് കോടതി എത്തിയിരിക്കുന്നത്. കോടതിയുടെ നിരീക്ഷണങ്ങളുമായി ബന്ധപ്പെട്ട്, വിധിയുമായി ബന്ധപ്പെട്ട് മറ്റ് വിശദാംശങ്ങൾ മിഥുൻ. തീർച്ചയായിട്ടും കേരളത്തെ നടുക്കിയ ഒരു സംഭവത്തിൽ പ്രതികളായവർക്ക് 6 പ്രതികളെന്ന് ശിക്ഷിക്കപ്പെട്ടവർക്ക് ശിക്ഷാവിധി അല്പസമയത്തിനകം തന്നെ പ്രഖ്യാപിക്കും. 3:30 തന്നെ കോടതി വീണ്ടും ചേർന്ന വിധി പ്രസ്താവിക്കും. അതിന്മേലുള്ള വാദങ്ങളെല്ലാം തന്നെ ഇന്ന് രാവിലെ പൂർത്തിയായി കഴിഞ്ഞു. ഇനി വിധി പ്രസ്താവിക്കുക മാത്രമേ ഉള്ളൂ. ഒരു ചെറിയ ഒരു നടപടിക്രമം മാത്രമാണ് ഇത് നടക്കുന്നത്. വലിയ രീതിയിലുള്ള കാലതാമസം ഉണ്ടാകില്ല. 3:30 കോടതി ചേർന്ന് കഴിഞ്ഞാൽ ഉടൻ തന്നെ വിധിയുടെ പ്രസക്തമായിട്ടുള്ള ഭാഗങ്ങൾ ഈ 6 പേർക്കും എന്താണ് ശിക്ഷ എന്ന് സംബന്ധിച്ചുള്ള വിവരം ഇപ്പോൾ ജഡ്ജി വ്യക്തമാക്കും. അത്തരത്തിലാണ് കാര്യങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ മണിക്കൂറുകളിൽ നടന്ന ദീർഘമേറിയിട്ടുള്ള ശിക്ഷാവിധിയിന്മേലുള്ള വാദത്തിൽ പല വിധത്തിലുള്ള ന്യായങ്ങൾ പ്രതികളുടെ ഭാഗത്തുനിന്ന് ഉയർന്നിരുന്നു. പ്രധാനമായും തങ്ങൾക്ക് പങ്കില്ല എന്ന് ആവർത്തിക്കാനുള്ള ഒരു അവസാന അവസരമാണ് ഈ കീഴ്ക്കോടതിയിൽ ലഭിക്കുന്ന അവസാന അവസരമാണ് അത് അവർ അത്തരത്തിൽ ഉപയോഗിച്ചു. അവരുടെ കുടുംബ പശ്ചാത്തലവും അതുപോലെ തന്നെ അത്തരത്തിലുള്ള പശ്ചാത്തലങ്ങൾ പരാമർശിച്ചുകൊണ്ട് ശിക്ഷയിൽ പരമാവധി ഇളവ് വേണമെന്ന് വ്യക്തമാക്കി. പലരും തങ്ങൾ നിരപരാധികളാണെന്ന് ആവർത്തിച്ചു. അതിൽ മാർട്ടിൻ ആന്റണി അടക്കം താൻ ഈ കേസിൽ അറിയാതെ പെട്ടുപോയതാണെന്നും നേരിട്ട് പങ്കെടുത്തിട്ടില്ല എന്നടക്കമുള്ള വാദം മാർട്ടിൻ ആന്റണി ഉന്നയിച്ചു. അപ്പോൾ മറ്റുള്ളവരും തങ്ങൾ ഇതിൽ അറിയാതെ വന്നപ്പെട്ടതാണെന്നടക്കമുള്ള വാദങ്ങളാണ് ഉന്നയിച്ചത്. പക്ഷേ കോടതി അക്കാര്യങ്ങളെല്ലാം തന്നെ നിരാകരിക്കുന്ന ഒരു രീതിയിലേക്കാണ് എത്തിയത്. പക്ഷേ ബലാത്സംഗ കുറ്റം ഈ എല്ലാ പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുണ്ടെങ്കിലും നേരിട്ട് ബലാത്സംഗം നടത്തിയത് പൾസർ സുനി മാത്രമാണ്. മറ്റുള്ളവർ ഇതിൻ്റെ ഭാഗമായി കൂട്ടായി നിന്നു എന്നുള്ളതാണ്. അതുതന്നെയാണ് കൂട്ടബലാത്സംഗത്തിൻ്റെ വകുപ്പിലേക്ക് വന്നത്. അതിനാൽ ഈ എല്ലാവർക്കും ഒരേ ശിക്ഷ, പരമാവധി ഒരേ ശിക്ഷ എന്നുള്ള നിലയിലേക്ക് പോകില്ല എന്നുള്ള അങ്ങനെ പരിഗണിക്കാൻ കഴിയുമെന്നുള്ളതായിരുന്നു കോടതി ചോദിച്ചത്. പക്ഷേ പ്രോസിക്യൂഷൻ അതിനെ എതിർത്തു. ഇത് ഒരു ചെയിൻ ഓഫ് ഇൻസിഡൻസിൻ്റെ ഭാഗമായിട്ടാണ് ഈ കൃത്യം അവർ നടത്തിയത്. ഈ നടി ആക്രമിക്കപ്പെട്ടത്, പീഡിപ്പിക്കപ്പെട്ടത്, ക്രൂരമായി ബലാത്സംഗത്തിനിരയായത് ഈ എല്ലാവരും ചേർന്ന് നടത്തിയ ഒന്നായിട്ടുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായാണ്. അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും ബലാത്സംഗ കുറ്റത്തിൽ കൃത്യമായിട്ടുള്ള പങ്കുണ്ട്. അവർ കൂടി ഉൾപ്പെട്ടിട്ടുകൊണ്ടാണ് അത്തരത്തിലൊരു കൃത്യം നടത്തിയത്. അതുകൊണ്ട് തന്നെ പരമാവധി ശിക്ഷ ഇവർക്ക്, ബലാത്സംഗത്തിൻ്റെ പരമാവധി ജീവപര്യന്ത ശിക്ഷ എല്ലാവർക്കും നൽകണമെന്ന് ആവശ്യം പരമാവധി ശിക്ഷ നൽകണം, ജീവപര്യന്തം തടവ് ശിക്ഷ നൽകണം എന്ന് തന്നെയാണ്. അതേസമയം തന്നെ ഏറെ വിവാദമായ, പ്രമാദമായ കേസാണ്. ഈ കേസിന്റെ ഓരോ ഘട്ടവും നമുക്ക് അറിയാം, കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രതിഭാഗത്തിന്റെ വാദം ഏത് തരത്തിലായിരുന്നു? പരമാവധി ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞപ്പോൾ പ്രതിഭാഗത്തിന്റെ നിലപാട് എങ്ങനെയായിരുന്നു? പ്രതിഭാഗം ഇക്കാര്യത്തിൽ ഉന്നയിച്ചത് മുഴുവൻ സ്വാഭാവികമായിട്ടും ഈ ശിക്ഷാവിധിമേലുള്ള ഒരു വാദം നടക്കുമ്പോൾ സ്വീകരിക്കുന്ന പൊതുവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അവർ ഉന്നയിച്ചത്. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള അവരുടെ കുടുംബ പശ്ചാത്തലം, അവർ നേരിട്ട് ഈ കുറ്റകൃത്യത്തിൽ പങ്കാളികളായിട്ടില്ല എന്നുള്ളത് അടക്കം ഉന്നയിക്കുകയാണ് ചെയ്തിരുന്നത്. പക്ഷേ അത് മുഖവിലേക്കെടുക്കാൻ സാധിച്ചില്ല. മറ്റൊന്ന്, ഇവർക്ക് ഒരു ക്രിമിനൽ പശ്ചാത്തലമില്ല, ഒരു ഹാബിച്വൽ ഒഫൻഡർ അല്ല ഇവർ എന്നുള്ള തരത്തിൽ വാദങ്ങൾ മുന്നോട്ട് പോയി. അതായത് പരമാവധി കരുണ അല്ലെങ്കിൽ പരമാവധി ശിക്ഷ കുറവ് കോടതിയുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കങ്ങളായിരുന്നു അത്. പക്ഷേ അത്തരത്തിലുള്ള കാര്യത്തിലേക്ക് ഇപ്പോൾ പോയിട്ടില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ കോടതി ഇപ്പോൾ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായിട്ട് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. സമൂഹത്തിന് മാതൃകയാവുന്ന തരത്തിൽ ഒരു കൃത്യമായ പാഠമാകുന്ന തരത്തിൽ ശിക്ഷ വിധിക്കണമെന്ന് പ്രോസിക്യൂഷൻ ആക്കിയപ്പോൾ സമൂഹത്തിന് വേണ്ടിയാണോ
ഇത്തരത്തിൽ വിധി പറയാൻ സമൂഹത്തിന് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള വിധിയാണോ പ്രതീക്ഷിക്കുന്നത് എന്നുള്ള മറുചോദ്യമാണ് കോടതി ചോദിച്ചത്. പക്ഷേ ഈ വിധി ഇത്തരത്തിൽ സ്ത്രീകൾക്കെതിരെ ഇത്തരത്തിൽ അക്രമങ്ങൾക്ക് തുനിയുന്നവർക്ക് അതൊരു മാതൃകയാകുന്ന രീതിയിലുള്ള വിധിയാകണം. മറ്റൊരാൾക്കും ഇത് വീണ്ടും ആവർത്തിക്കാൻ പ്രചോദനമാകാത്ത തരത്തിൽ അല്ലെങ്കിൽ ഒരു ഭയം ജനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വിധി തന്നെ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്ന് പ്രോസിക്യൂഷൻ അതിന് മറുവാദമായി ഉന്നയിക്കുകയും ചെയ്തു. പക്ഷേ എന്നിരുന്നാലും നമുക്കറിയാം, നേരത്തെ ഓരോ പ്രതികളെയും പ്രത്യേകം അവരുടെ കുറ്റകൃത്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് വിധി പ്രസ്താവിക്കുക എന്ന് കോടതി ഇതോടകം തന്നെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ പൾസർ സുനിക്ക്, അതായത് ഒന്നാം പ്രതിയായിട്ടുള്ള പൾസർ സുനിക്ക് ബലാത്സംഗം നേരിട്ട് നടത്തിയ പൾസർ സുനിക്ക് ഒരുപക്ഷെ കടുത്ത ശിക്ഷയും മറ്റുള്ളവർക്ക് അവർ കൂട്ടുനിന്നു എന്നതിൻ്റെ ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് ഒരുപക്ഷെ പൾസർ സുനിയേക്കാൾ കുറഞ്ഞ ശിക്ഷയിലേക്ക് നീങ്ങുമെന്നാണ് നമുക്ക് കരുതുന്നത്. അല്ല, പ്രോസിക്യൂഷൻ്റെ വാദം അംഗീകരിക്കുകയാണെങ്കിൽ ഈ 6 പേർക്കും ബലാത്സംഗ കുറ്റത്തിന് ഒരേ ശിക്ഷയിലേക്ക് പോവുകയും ചെയ്യും. ഒപ്പം തന്നെ മറ്റ് കോടതിയലക്ഷ്യ നടപടികളുടെ ഭാഗമായിട്ടുള്ള മറ്റ് മാധ്യമപ്രവർത്തകർക്കും മറ്റ് സാമൂഹ്യ പ്രവർത്തകർക്കുമുള്ള അവർക്കെതിരെയുള്ള കേസ് പരിഗണിക്കുകയും അതുപോലെ അത് 18-ാം തീയതിക്ക് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാൻ മാറ്റിവെക്കുകയും ചെയ്തു. ഏറ്റവും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ശിക്ഷാവിധിയിന്മേലുള്ള വാദം ഒരു അനിയന്ത്രിതമായി നീങ്ങിയപ്പോൾ കൃത്യമായി ഇടപെടുകയും ശിക്ഷാവിധിയിന്മേൽ മാത്രം വാദം നടത്തിയാൽ മതിയെന്നും സംശയങ്ങൾക്കുള്ളത്, അതായത് പ്രധാനമായും ദിലീപിനെ കുറ്റവിമുക്തനാക്കിയ നടപടിയെ ലാക്കാക്കിക്കൊണ്ടുള്ള ഒരു ഇടപെടലായിരുന്നു കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. അതായത് ഈ നേരത്തെ പുറപ്പെടുവിച്ചുള്ള വിധിയിൽ എന്തെങ്കിലും സംശയമുള്ളവർക്ക് വിധിന്യായം വാങ്ങിച്ചാൽ അതിൽ പൂർണ്ണമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കുള്ള ഉത്തരവും ലഭിക്കും എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഈ ഒരു വിധിയുടെ ഉത്തരവ് വന്നതിന് ശേഷം ഉടൻ തന്നെ നേരത്തെ ദിലീപിനെ കുറ്റവിമുക്തനാക്കിയ ഓർഡർ കൂടി പുറത്തിറങ്ങും. അങ്ങനെയെങ്കിൽ എവിടെയൊക്കെയാണ് വീഴ്ച സംഭവിച്ചത്, എങ്ങനെയാണ് ദിലീപിന് പുറത്തേക്കുള്ള വഴി തുറന്നത്, അത് പ്രോസിക്യൂഷൻ്റെ വീഴ്ചയാണോ എന്നടക്കമുള്ള അന്വേഷണത്തിലുണ്ടായ വീഴ്ചയാണോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരും. കോടതി അത്തരമൊരു സൂചന കൂടി കഴിഞ്ഞ തവണ കോടതി ചേർന്നപ്പോൾ നൽകിയിട്ടുണ്ട് എന്നുള്ളതും ഈ ഘട്ടത്തിൽ നമ്മൾ എടുത്തു പറയേണ്ടതാണ്. 3:30 തന്നെ വീണ്ടും കോടതി ചേർന്ന നിമിഷങ്ങൾക്കകം കോടതി ചേർന്ന ഉടനെ തന്നെ ഇത് സംബന്ധിച്ച് ഈ ഉത്തരവ് വായിക്കുകയും ചെയ്യുക. സുരേഷ്.